ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പെർസെപ്ഷൻ വരെ കണ്ടിരുന്നു. സെക്കൻഡ് മോഡ്യൂളിൽ പെർസെപ്ഷൻ വരായിരുന്നു. ഇനി ലാസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങൾക്ക് വരുന്നത് ലേണിംഗ് തിയറീസ് ആണ്. ഇതൊരു മേജർ ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, വാട്ട് ആർ ദ മേജർ ലേണിംഗ് തിയറീസ്? ഇപ്പോൾ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നെങ്കിൽ ഇൻ ടോട്ടൽ നിങ്ങൾക്ക് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ക്ലാസിക്കൽ ലേണിംഗ് തിയറി എന്താ, സോഷ്യൽ ലേണിംഗ് തിയറി എന്താ, അങ്ങനെയുള്ളതായിരിക്കും ചോദിക്കുന്നത്. സോ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആയതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ ഇതിന് മുമ്പുള്ള വീഡിയോസ് മിസ് ചെയ്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. മെയിൻലി ദ ഫസ്റ്റ് വൺ ഇസ് ക്ലാസിക്കൽ കണ്ടീഷണൽ തിയറി. അപ്പോൾ ലേണിംഗ് തിയറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പഠിക്കാൻ വേണ്ടി, അല്ലെ, ഏതൊരു കൺസെപ്റ്റും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് തിയറീസിനനുസരിച്ചാണ് ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ മേജർ തിയറീസ്? ഫസ്റ്റ് ഇസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, സെക്കൻഡ് ഇസ് ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, third social learning theory, and fourth is cognitive learning theories. There are 4 major learning theories. Okay, അപ്പോൾ ഇതിൻ്റെ പേര് പഠിക്കുക: ക്ലാസിക്കൽ, ഓപ്പറന്റ്, സോഷ്യൽ ലേണിംഗ് ആൻഡ് കോഗ്നേറ്റീവ്. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിയറി. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. പാവ്ലോ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഇവാൻ പാവ്ലോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്, റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. ഹീ ഹാവ് ഫൗണ്ട് ദിസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് theory. So classical conditioning is, or it is meant by the process in which a formerly neutral stimulus, when paired with an unconditional stimulus, becomes a conditional stimulus that elicits a conditional റെസ്പോൺസ്. ഇതാണ് ഡെഫിനിഷൻ. നിങ്ങൾക്ക് അതുപോലെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ പറയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്റ്റിമുലസ് കിട്ടുന്നു, പക്ഷേ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ ഇല്ലാത്തൊരു സ്റ്റിമുലസും. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് നമുക്ക് കണ്ടീഷണൽ ഒരു റെസ്പോൺസ് വരും. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പാവ്ലോ എന്ന് പറഞ്ഞ ആൾ ഒരു ഡോഗിനെ ബെല്ലടിക്കുമ്പോൾ സലൈവ വരുത്തുക, അതായിരുന്നു അയാളുടെ എക്സ്പെരിമെൻറ്റ്. ആ രീതിയിലാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് ആ സ്റ്റഡി, ആ ഒരു എക്സ്പെരിമെൻ്റ് തന്നെ നോക്കാം. സോ വെൻ പാവ്ലോ പ്രസൻറ്റഡ് മീറ്റ് ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്, അതിനൊരു കണ്ടീഷനില്ല. ഓക്കെ, അൺകണ്ടീഷണൽ സ്റ്റിമുലസ് മീറ്റ് നമുക്ക് ഡോഗിന് കൊടുത്തു, പ്രസൻറ്റഡ്, ആൻഡ് ഹി നോട്ടീസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് സലൈവ, ദാറ്റ് ഈസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് റെസ്പോൺസ്. ഈ മീറ്റ് കണ്ടുകൊണ്ടാണ് സലീവ വന്നത് ഡോഗിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടീഷൻഡ് ആണ്. മീറ്റ് വരുന്നത് ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. ബട്ട് വെൻ മിയാലി ബെൽ വാസ് റാങ്, നോ സലൈവ വാസ് നോട്ടീസ് ഇൻ ദ ഡോഗ്. അതേപോലെ തന്നെ വെറുതെ ഒരു ബെല്ലടിച്ച് നോക്കിയപ്പോൾ ഡോഗിന് ഒരു റെസ്പോൺസും ഇല്ല. ബെല്ലും ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്, എന്നാൽ കണ്ടീഷണൽ സ്റ്റിമുലസ് ആണ് സലൈവ, അത് വന്നില്ല. Then when next Pavlov did was to accompany the offering of meat to the dog along with the ringing of bell. ബെൽ അടിച്ചുകൊണ്ട് മീറ്റ് കൊടുത്തു നോക്കി. ഓക്കെ, ഹി ഡിഡ് ദിസ് സെവറൽ ടൈംസ്. പല പ്രാവശ്യം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ആഫ്റ്റർവേർഡ്സ് ഹി മിയർലി റാങ് ദ ബെൽ വിത്തൗട്ട് പ്രസൻറ്റിങ് ദ മീറ്റ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ബെല്ല് മാത്രം അടിച്ചു നോക്കി. ബട്ട് ഡോഗിൻ്റെ മനസ്സിലായി ബെല്ലടിച്ചാൽ മീറ്റ് കിട്ടും എന്നൊരു ചിന്ത ഡോഗിനുള്ളിൽ വന്നു. സോ ഓൺ ഹിയറിംഗ് ദ ബെൽ ഇറ്റ് സെൽഫ് ഹി സ്റ്റാർട്ടഡ് ടു സലൈവേറ്റ്, അല്ലേ, സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഒരു കണ്ടീഷണൽ സ്റ്റിമുലസിൻ്റെ കൂടെ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കണ്ടീഷൻഡ് റെസ്പോൺസായി. ഓക്കെ, അതിനെയാണ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുക. സോ after a while, the dog would salivate merely at the sound of a bell, even if no meat was presented. In effect, the dog has learned to respond, that is to salivate to the bell. മീറ്റിന് മാത്രം സലൈവ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ഡോഗ് പിന്നെ പതുക്കെ ബെല്ലിനും സലിവേറ്റ് ചെയ്ത് തുടങ്ങി, അല്ലേ. അപ്പോൾ ഒരു മീറ്റ് കൊടുത്തില്ലെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബെല്ലിനെ വെച്ചിട്ടാണ് ഡോഗ് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ആ ഒരു തിയറീനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയാം. സോ പാവ്ലോ കണ്ടക്റ്റഡ് ദാറ്റ് ദ ഡോഗ് ഹാസ് ബിക്കം classically conditioned to salivate or respond to the sound of the bell, which is the stimulus. It has seen that the classical conditioning learning can take place among animals based on stimulus response connection. Stimulus response connection വഴിയാണ് ഈ ഒരു കാര്യം നടന്നിരിക്കുന്നത്. കണ്ടീഷൻഡ് ആയിട്ടുള്ളതും അൺകണ്ടീഷണൽ ആയിട്ട് സ്റ്റിമുലസ് വെച്ച് ഒരു കണ്ടീഷണൽ റെസ്പോൺസ് കൊണ്ടുവരുന്നു. സോ അതിനൊരു നമ്മുടെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെൻ എ CEO വിസിറ്റ്സ് എൻ ഓർഗനൈസേഷൻ, പ്രൊഡക്ഷൻ ചാർട്ട്സ് ആർ അപ്ഡേറ്റഡ്, ഇൻഡിവിജ്വൽസ് പുട്ട് ഓൺ ഗുഡ് ഡ്രസ്, വിൻഡോ പെയിൻസ് ആർ ക്ലീൻ ആൻഡ് ഡോർസ് ഫ്ലോർസ് ആർ വാഷ്. വാട്ട് ഓൾ വൺ ഹാസ് ടു ഡു ഇസ് ടു സേ ദാറ്റ് ദ ടോപ്പ് ബോസ് ഇസ് വിസിറ്റിംഗ്. അപ്പം ഒരു പ്രാവശ്യം ബോസ് വന്നപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തു. അപ്പം വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ഇതെല്ലാം ചെയ്യും.
അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ ഉദ്ദേശം. ബോസ് വരണ്ട, പക്ഷെ വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യും. മീറ്റ് കൊടുക്കണ്ട, ബെല്ലടിച്ചാൽ തന്നെ സലേവേറ്റ് ചെയ്യും. അതേ പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെയും നമ്മൾ ലേണിംഗ് ഉണ്ട് എന്നതാണ് ഫസ്റ്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിപ്പിക്കാൻ നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി യൂസ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിളാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സിഒയുടെ കാര്യം. ഇനി സെക്കൻഡ് തിയറി എന്ന് പറയുന്നത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയാണ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി. ദ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഈസ് കൺസേൺ പ്രൈമർലി വിത്ത് ദ ലേണിംഗ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ബിഹേവിയർ. ലേണിംഗ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ബിഹേവിയർ. ഓക്കെ, ഒരു കോൺസിക്വൻസിൻ്റെ എഫക്റ്റായിട്ട് നമ്മൾ പലതും പഠിക്കുന്നു. ഓക്കെ, അതിനെയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുക. സോ ഇൻ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പെർട്ടിക്കുലർ റെസ്പോൺസ് ഒക്കേഴ്സ് ആസ് എ കോൺസിക്വൻസ് ഓഫ് മെനി സ്റ്റിമുലസ് സിറ്റുവേഷൻ. പല സ്റ്റിമുലസ് സിറ്റുവേഷൻസിൻ്റെ ഒരു എഫക്റ്റായിട്ടായിരിക്കും നമ്മുടെ റെസ്പോൺസ് വരുന്നത് ഇൻ ഓപ്പറൻറ്റ്. We can see in detail. That is, operant conditioning argues that the behavior is a function of only its consequence. ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുക എന്ന് പറയില്ല, ആ ഒരു കൺസെപ്റ്റാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പറയുക. സോ പീപ്പിൾ ലേൺ ടു ബിഹേവ് ടു ഗെറ്റ് സംതിങ് വോട്ട് ദേ വോണ്ട് ഓർ അവോയ്ഡ് സംതിങ് ഇഫ് ദേ ഡോണ്ട് വോണ്ട്. അല്ലേ? ഓപ്പറൻറ്റ് ബിഹേവിയർ ബിക്കം മീൻസ് വോളണ്ടറി ഓർ ലേൺഡ് ബിഹേവിയർ. ഒരു കാര്യം, ഒരു കോൺസിക്വൻസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് സ്വയമേ പഠിക്കുന്നതോ അതോ പഠിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് ഓപ്പറൻറ്റ് ബിഹേവിയർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു കംപ്ലയിൻറ്റ് ജോലി ചെയ്യുന്നു, നല്ല പോലെ വർക്ക് ചെയ്യുന്നു, എക്സ്ട്രാ വർക്ക് ചെയ്യുന്നു, അപ്പം അതിനെ റിവാർഡ് ചെയ്യും, അല്ലേ? റിവാർഡ് ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും ബെസ്റ്റ് എംപ്ലോയർ എന്ന അവാർഡാണ് നമുക്ക് തരുന്നതെങ്കിൽ ഇറ്റ് ഗീവ്സ് ആസ് എ മോട്ടിവേറ്റഡ്, അല്ലേ? നമ്മൾ മോട്ടിവേറ്റഡ് ആവും, പിന്നെയും നമ്മൾ വർക്ക് ചെയ്യും. ബിക്കോസ് വി ഫീൽസ് ദാറ്റ് on doing work we will be appreciated or we will be given a status in the organization. അപ്പോൾ ആ ഒരു കോൺസിക്വൻസിനനുസരിച്ച് നമ്മൾ കൂടുതൽ ജോലി ചെയ്യണം എന്ന് മനസ്സിലാക്കി, അല്ലേ? അപ്പം അതുപോലെ തന്നെ ഒരാൾ വർക്ക് ചെയ്യാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോൾ പണിഷ്മെൻറ്റ്സ് കൊടുക്കും, ചിലപ്പോൾ ഡിമോഷൻ ചെയ്യും. സോ ഹി വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് ഹി ഈസ് ഗോയിങ് ഓൺ ദ സെയിം വേ ഹി വിൽ ബി ഡിമോട്ടഡ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ കോൺസിക്വൻസിനനുസരിച്ച് ഒരാൾ അയാൾ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുക. സോ ദ ടെൻഡൻസി ടു റിപ്പീറ്റ് സച്ച് ബിഹേവിയർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റീഇൻഫോഴ്സ് ഓർ ദ ലാക്ക് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ബ്രോട്ട് അബൌട്ട് ബൈ ദ കോൺസിക്വൻസ് ഓഫ് ബിഹേവിയർ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ബിഹേവിയർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. എന്നാൽ ഡിമോഷനോ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിലോ തിരിച്ച് ഈ ഒരു ബിഹേവിയർ കാണിക്കരുത് എന്ന് ആ ഒരു എംപ്ലോയിക്ക് മനസ്സിലാവും. സോ റീഇൻഫോഴ്സ് ദെയർഫോർ സ്ട്രെങ്തൻസ് ബിഹേവിയർ ആൻഡ് ഇൻക്രീസസ് ദ ലൈവ്ലിഹുഡ് ഇറ്റ് വിൽ ബി റിപ്പീറ്റഡ്. റീഇൻഫോഴ്സിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നല്ല പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇപ്പോൾ അവാർഡ് പോലെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ സ്ട്രെങ്തൻ ദ ബിഹേവിയർ, ആ ബിഹേവിയർ നല്ലപോലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, ലൈക്ക് പണിഷ്മെൻറ്റ്സോ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു തെറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കും, അല്ലേ? ചിലപ്പോൾ തെറ്റ് ചെയ്യാതെയൊന്നും ആവില്ല, പക്ഷേ അതിൻ്റെ അളവ് കുറയ്ക്കുക, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, വർക്കിംഗ് ഹാർഡ് ആൻഡ് ഗെറ്റിംഗ് എ പ്രൊമോഷൻ വിൽ പ്രോബബ്ലി ഇൻക്രീസ് എ പേഴ്സൺ ടു കീപ് വർക്കിംഗ് ഹാർഡ് ഇൻ ദ ഫ്യൂച്ചർ, അല്ലേ? ജോലി കൂടുതൽ ചെയ്യുമ്പോൾ പ്രൊമോഷൻ കിട്ടുമ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് ജോലി കൂടുതൽ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ പ്രൊമോഷൻ കിട്ടുമല്ലോ എന്നത് പഠിക്കുന്നത് എ കൈൻഡ് ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയാണ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ലേണിംഗ് തിയറി. Then the third is cognitive learning theory. Cognitive learning theory is the behavioralists such as the Skinner and Watson believed that learning through operant and classical conditioning would be explained without reference to internal mental process. ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ രണ്ടെണ്ണം, ലൈക്ക് ദ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻറ്റും, അത് മനസ്സിൻ്റെ ഒരു കൺട്രോളിൽ വരുന്നില്ല, അല്ലേ? നമ്മൾ ഒരു ജസ്റ്റ് ഒരു സ്റ്റിമുലസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, കോൺസിക്വൻസിനനുസരിച്ച് കാര്യം ചെയ്യാതിരിക്കുക, ഇതാണ് രണ്ടും പറഞ്ഞത്. ഇതിലൊന്നും ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സ് എന്ത് നടക്കുന്നു അത് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മുടെ മനസ്സും കൂടെ നിന്നിട്ടല്ലേ നമ്മൾ പലതും പഠിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നതാണ് ഈ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയിൽ. സോ ടുഡേ ഹൗവർ എ ഗ്രോയിങ് നമ്പർ ഓഫ് സൈക്കോളജിസ്റ്റ് സ്ട്രെസ് ദ റോൾ ഓഫ് മെൻ്റൽ പ്രോസസ്. They choose to broaden the study of learning theories to include such cognitive process like thinking, knowing, problem solving, remembering and formal mental representation. അപ്പോൾ ഇവിടെ കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾമനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റൽ ബിഹേവിയർ എങ്ങനെ ഒരു വർക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒരു കാര്യം പഠിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ് ഈ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയിൽ പറയാം. നമ്മളുടെ ഉള്ളിൽ കുറേ തിങ്കിങ്, നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ, ചിലപ്പോൾ റെസ്പോൺസ് കിട്ടിയിട്ടാവില്ല. വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരാൾ, ഹി വിൽ തിങ്ക് ഇൻ ഹിംസെൽഫ്, ഞാൻ വർക്ക് ചെയ്യാതിരുന്നാൽ എന്നെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുമോ, എനിക്ക് സാലറി കിട്ടാതിരിക്കുമോ എന്ന് ചിന്തിച്ച്
എന്നുവെച്ചാൽ അയാളുടെ ഉള്ളിൽ മനസ്സിൽ ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് അയാൾ പെരുമാറുകയാണ്. അങ്ങനെ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിനെ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്ന് പറയും. സോ അപ്പാർട്ട് ഫ്രം ദ എബോവ് ബോത്ത്, ഇത് കുറച്ചുകൂടി ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റും കൂടെ ചിന്തിച്ചുകൊണ്ടുള്ളതാണ്. അതിനകത്ത് തിങ്കിങ്, നോയിങ്, പ്രോബ്ലം സോൾവിങ്, റിമെമ്പറിങ്, ഫോർമൽ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. Then the fourth is social learning theory. That is, it integrates the cognitive and operant അപ്രോച്ചസ് ഫോർ ലേണിംഗ്. ഇതിൻ്റെ കോമ്പിനേഷനാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ. നമ്മുടെ ഉൾമനസ്സിലുള്ളതുകൊണ്ട് കോൺസിക്വൻസും കൂടെ ഉണ്ട് അല്ലേ. ഇത് രണ്ടും കൂടെ നമ്മൾ കൊലാബറേറ്റ് ചെയ്ത് ആണ് ഒരു കാര്യം പഠിക്കുന്നത്, ലേൺ ചെയ്യണമെങ്കിൽ. ദാറ്റ് തിയറി ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ലേണിംഗ് തിയറി. It recognizes that the learning does not take place only because of the environmental stimulus. പുറത്തെന്ത് സംഭവിക്കുന്നു, ലൈക്ക് ക്ലാസിക്കലിലും ഒപ്പറനിലും പറഞ്ഞ പോലെ പുറത്തെന്ത് സംഭവിക്കുന്നു എന്ന് ബേസ് ചെയ്ത് മാത്രമല്ല, ഒരു ഇൻഡിവിജ്വലിൻ്റെ തീരുമാനവും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ബോത്ത് അതെ, എൻവയോൺമെൻറ്റ് സ്റ്റിമുലസും ഉണ്ട്, അതേപോലെ ഹ്യൂമൻ ഇൻഡിവിജ്വൽ ഡിറ്റർമിനേഷനും ഉണ്ട്. അതാണ് കോഗ്നിറ്റീവ് പ്ലസ് the operant and classical എന്ന് പറയുന്നത്. But it is a blend of both these views. So it is a behavioral approach. ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയെ നമുക്ക് ബിഹേവിയറൽ അപ്രോച്ച് ഓഫ് ലേണിംഗ് എന്ന് പറയാം. സോ ഇതിനകത്ത് ഉണ്ടാവുന്നത് ഫസ്റ്റ് നമുക്കൊരു അറ്റൻഷൻ പ്രോസസ്സ് ഉണ്ടാവും. ഒരു അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കും. വി വിൽ പേ അറ്റൻഷൻ ടു ക്രിട്ടിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഇവൻറ്റ്. Okay, so people can learn from these models provided they recognize and pay attention to the critical features. In practice, these models are attractive, repeatedly available or imported to us, tend to influence us the most. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ആവും. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു വില ഈ ഓർഗനൈസേഷനിൽ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് തിങ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ റിട്ടൻഷൻ ഉണ്ടാവും. So that is, a model influence depend on how well the individual can remember or retain in memory the behavior or action displayed by him when the model is no longer readily available. ചിലപ്പോൾ അയാൾ വർക്ക് ചെയ്തു, അതിന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി, എന്നാൽ ഭാവിയിൽ അയാൾ ഓർത്തിരിക്കണം, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അപ്രീസിയേഷൻ കിട്ടി, അപ്പോൾ ഇനിയും ഞാൻ വർക്ക് ചെയ്താൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയാലോ. ആ ഒരു മെൻ്റലായിട്ട് നമ്മൾ റീകളക്ട് ചെയ്യുന്നു. അതിനെയാണ് റിട്ടൻഷൻ എന്ന് പറയുക. വി ആർ റീറ്റെയിനിങ് ദാറ്റ് ബിലീഫ് that we will be given some kind of award. Okay, and the third is motor reproduction process. Now the individual need to convert the model's action into his action. ഇപ്പോൾ എല്ലാം മനസ്സിലായി, എനിക്ക് നേരത്തെ ഒരു അവാർഡ് കിട്ടി, അത് അറ്റൻഷനിൽ കാരണമായി. ഇനി അവാർഡ് കിട്ടും എന്നതൊരു റിട്ടൻഷന് കാരണമായി. ഇനി അത് അവാർഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് ലേൺ ചെയ്യണം അല്ലേ. അതാണ് മോട്ടോർ റീപ്രൊഡക്ഷൻ. വി ആർ ഡൂയിങ് ദാറ്റ് തിങ്. മോഡൽ ആക്ഷനെ നമ്മൾ ഒറിജിനൽ ആക്ഷൻ ആയിട്ട് മാറ്റുകയാണ്. ഓക്കെ, സോ ലേണിംഗ് പ്രോസസ് വിൽ ബി ബേസ്ഡ് ഓൺ ദി ഡയറക്റ്റ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് ഒബ്സർവേഷനും ഉണ്ട്, മനസ്സിൽ അല്ലെങ്കിൽ പണ്ടുണ്ടായ കാര്യങ്ങളുടെ എക്സ്പീരിയൻസും ഇൻവോൾവ് ആകുന്നുണ്ട്. The reinforcement process, individuals become motivated to display the modeled action if incentives and rewards are provided to him. അപ്പം ഈ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയിലും അതുപോലെ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയിലും ഒക്കെ വരുന്ന ഒപ്പറനിലും ഉണ്ട് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോസസ്സ് എന്ന കൺസെപ്റ്റാണ്. പക്ഷേ നമ്മളെ ഒരു കാര്യം ചെയ്യിപ്പിക്കണം, റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാതിരിക്കാനോ വേണ്ടി മാനേജേഴ്സ് ആണെങ്കിലും നമ്മളുടെ ഒഫീഷ്യൽസ് നമുക്ക് തരുന്നൊരു പ്രോസസ്സാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. സംടൈംസ് ഇറ്റ് വിൽ ബി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ലൈക്ക് അവാർഡ്സ് or any kind of appreciation or salary hikes. Otherwise it will be a negative reinforcement. Negative reinforcement എന്ന് വെച്ചാൽ which is done not to repeat that. Sometimes punishment, oral notices or dismissal or suspension, etc. അപ്പോൾ ഇതൊക്കെയാണ് മേജർ തിയറീസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ലേണിംഗ് പ്രോസസ്സ്. അപ്പം നമ്മൾ 4 ലേണിംഗ് പ്രോസസ്സാണ് പറഞ്ഞത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി, കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി ദാറ്റ് വി ഹാവ് ഡിസ്കസ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം പാർട്ട് എ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം പാർട്ട് ബി ആൻഡ് സി എന്ന രീതിയിലാണ്. ഓക്കെ, സോ വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ മൊഡ്യൂൾസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ടൈം കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാ മൊഡ്യൂൾസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കോൺടാക്ട് മീ. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് ഇടുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ലിങ്കാണ്. ഇഫ് എനിബഡി ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ classes and all, you can contact there or in my number also you can contact. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച്
അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അതേപോലെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ആൻസർ അതിനകത്ത് തന്നെ പറയാം. സോ ദാറ്റ് എവറിബഡി വിൽ ബി ബെനിഫിറ്റഡ്. എല്ലാവർക്കും ഒരുപോലെ ആ ഉത്തരങ്ങൾ കിട്ടും. പലവർക്കും അതേ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി എ കോമൺ പ്ലാറ്റ്ഫോം ഫോർ എവറിബഡി. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞാനപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കും കൂടെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ആൻഡ് if you have any doubts, if you want to contact personally, you can contact at this number.